ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ശക്തിയും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. രക്ഷ പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന നിന്റെ ബന്ധനങ്ങൾ തകർക്കാൻ കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിനക്ക് ഒരു നല്ല സമാധാനപരമായ ജീവിതം ജീവിക്കാൻ സാധിക്കാത്ത തരത്തിൽ ബന്ധനാവസ്ഥയിലായിരിക്കുന്ന നിന്നെ മോചിപ്പിക്കാൻ ജീവിക്കുന്ന ദൈവത്തിനു മാത്രമേ കഴിയുകയുള്ളൂ. ദൈവം സർവശക്തനാണ്, അവിടുന്ന് മഹോന്നതനാണ്. അവിടുത്തോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്നവനാണ്. കർത്താവ് പുതിയ അവസരങ്ങൾ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു തരുന്നവനാണ്. ഇന്ന് ഈ പ്രാർത്ഥനയിൽ നിനക്കെതിരെയുള്ള സകല ബന്ധനങ്ങളും തകർക്കപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇനിയുള്ള അഭിവൃദ്ധിയുടെ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ആരോഗ്യത്തോടെ അധ്വാനിച്ച് നല്ലതുപോലെ ജീവിക്കുവാൻ, ആത്മാവിൻ്റെ ബന്ധനാവസ്ഥയിൽ നിന്നും സമ്പൂർണ്ണ വിടുതൽ പ്രാപിക്കുവാൻ, രക്ഷ സ്വീകരിക്കുവാൻ ഈ പ്രാർത്ഥനയിൽ കൂടി പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കട്ടെ. നിയോഗങ്ങളെ സമർപ്പിച്ച് എല്ലാം ദൈവമഹത്വത്തിനു വേണ്ടി ഇന്ന് ആയിത്തീരുന്നതിന് ഈ ദിവസത്തെ മുഴുവനെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 116 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലി അർപ്പിക്കും. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണത്തിൽ, ജെറുസലേമേ, നിന്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ ദിവസം നീ ദാനമായി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പുതിയ ദിവസം പുതിയ അവസരമായി കാണാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ പുതിയ അവസരങ്ങളെ ഓരോന്നും ഉപയോഗപ്രദമാക്കുവാൻ കർത്താവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നീ അയച്ചു തരണമേ. കർത്താവായ ദൈവമേ, ഈ അവസരങ്ങളെ ഉപയോഗപ്രദമാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾക്ക് നീ നൽകുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ അത് ദൈവിക പദ്ധതിക്കായി ഉപയോഗപ്രദമാക്കുവാൻ എൻ്റെ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ പ്രഭാതത്തിൽ നിന്നോട് ചോദിക്കുന്ന എല്ലാവർക്കും നൽകുന്ന ദൈവമേ, ഇന്ന് നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ തോന്നി അവരുടെ ആവശ്യങ്ങളെ ഇന്ന് നീ മാനിച്ച് ഇന്ന് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെട്ട് അവരെ സഹായിക്കണമേ. അവരോട് കൂടെയിരുന്ന് അവരെ വഴി നടത്തണമേ. അവരെ ഉപദേശിച്ച് നീ ശക്തിപ്പെടുത്തണമേ. അവരുടെ പ്രയാസങ്ങളിൽ സഹായിക്കാൻ കൂടെ ആയിരിക്കണമേ. കർത്താവേ, അവരെ വിഷമിപ്പിക്കുന്ന ചില തീരുമാനങ്ങളെ, ചില ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. നിനക്ക് മാത്രമേ ഈ മക്കളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവേ, നിന്റെ ജ്ഞാനമയച്ച് ഇവരെ ഇന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ അന്തരാത്മാവിൻ്റെ എല്ലാ ബന്ധനാവസ്ഥയിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിച്ച് കർത്താവേ, നിന്റെ മഹത്വം ഞങ്ങളിൽ നിറവേറ്റപ്പെടാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നിന്റെ അത്ഭുത സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഇന്ന് ഈ മക്കൾ ചോദിച്ചിരിക്കുന്ന നിയോഗങ്ങളിൽ നീ ഇടപെട്ട് ശാശ്വത പരിഹാരം നൽകി സമാധാനത്തോടെയുള്ള നല്ലൊരു ജീവിതം നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ, ഇന്ന് ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങളിൽ വിജയം നൽകി തടസ്സം കൂടാതെ എല്ലാ കാര്യങ്ങളും
നല്ലതുപോലെ സമാധാനപരമായി പര്യവസാനിക്കുന്നതിന് കർത്താവേ, നിന്റെ കരം ഞങ്ങളോടൊത്തു പ്രവർത്തിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരീക്ഷയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെയും കുടിക്കുന്ന പാനീയങ്ങളെയും നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാ നല്ല കാര്യങ്ങളും ഇന്ന് ഞങ്ങളിൽ നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ശക്തികളിൽ നിന്ന് കർത്താവിൻ്റെ കരം ഇന്ന് ഞങ്ങളെ സമ്പൂർണ്ണമായി സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായി ഈശോയെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ അവരെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ സർവശക്തിയാലെ നമ്മെ നിറയ്ക്കുകയും എല്ലാ ബന്ധനാവസ്ഥയിൽ നിന്നും നമ്മുടെ അന്തരാത്മാവിനെ മോചിപ്പിച്ച് സൗഖ്യം നൽകി ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും ആരോഗ്യവും സമാധാനവും സന്തോഷവും നൽകി ഇന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നെല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ വിജയകരമായ കരം നമ്മോട് കൂടെ പ്രവർത്തിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.